ഹലോ ഫ്രണ്ട്സ്, വണ്ടി മഹേന്ദ്ര സൈലോ 2012 മോഡൽ വണ്ടിയാണ്. വണ്ടി ഏകദേശം 1,73,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ കംപ്ലൈൻ്റ് ആയിട്ട് വന്നത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഐഡിൽ ഇടുമ്പോൾ RPM ഫ്ലക്ച്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. ഇത് ഈ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് കമ്പനിയിൽ ഒരുപാട് പ്രാവശ്യം കാണിച്ചാണ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അവർ പമ്പ് ചെയ്തു, നോസിൽ 4 ആഴ്ച സർവീസ് ചെയ്തു, പിന്നെ ഡീസൽ ഫിൽറ്റർ മാറി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്തിട്ടും ആ കംപ്ലൈൻറ്റ് റിപ്പീറ്റ് അത് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലൈൻറ്റ് സോൾവ് ആകുന്നേ ഇല്ല. അങ്ങനെയാണ് നമുക്ക് കസ്റ്റമർ ഇത്തിരി ലോങ്ങും തന്നെയാണ് വന്ന് നമ്മുടെ കയ്യിൽ വണ്ടി കൊണ്ടുവന്ന് തന്നു. ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് കാണുന്നത് ഈ ഒരു RPM ഫ്ലക്ച്വേഷൻ കോഡ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കോഡ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. എനിക്ക് ആ നേരത്തെ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, തിരക്ക് കാരണം. നേരത്തെ ഉണ്ടായിരുന്ന കംപ്ലൈൻറ്റ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. അതന്നെ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ RPM ഇങ്ങനെ ഫ്ലക്ച്വേഷൻ ആയിട്ട് എഞ്ചിൻ ഇങ്ങനെ വൈബ്രേഷൻ ആയിക്കൊണ്ടിരിക്കും. പിന്നെ ലാസ്റ്റ് അവർ കമ്പനിയിൽ ചെയ്ത് വിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റേ EGR വാൾവ് ഉണ്ടല്ലോ, ആ വാൾവിലേക്ക് വരുന്ന വാക്കത്തിൻ്റെ പൈപ്പ്, ഈ ഒരു പൈപ്പിനെ എടുത്ത് വിട്ടിട്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ സൊല്യൂഷൻ കംപ്ലീറ്റ്ലി സോൾവ് ആകുന്നില്ല. പക്ഷേങ്കിൽ ഒരു പൊടിക്ക് വ്യത്യാസം വരുന്നുണ്ട്. RPM ഫ്ലക്ച്വേഷൻ ഒരു പൊടിക്ക് കമ്മിയാകുന്നുണ്ട്. അങ്ങനെ ആയപ്പോൾ അവരെന്ത് ചെയ്തു, ആ പൈപ്പിൽ, ആ വാക്കം പൈപ്പിനകത്ത് ഒരു ബോൾട്ട് തുരുകി വെച്ചിട്ട് അങ്ങനെ വിട്ടിരിക്കുകയാണ് വണ്ടി. എന്നിട്ട് കസ്റ്റമർ തന്നെ വന്ന് പറഞ്ഞു, ഇന്നമാതിരി ഇതിൻ്റെ മറ്റേ EGRൻ്റെ വാൾവിൻ്റെ വാക്കത്തിൻ്റെ പൈപ്പ് വിടിയിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം കുറച്ച് സോൾവ് ആകുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ വരുമ്പോൾ തന്നെ അത് ബ്ലോക്കായിരുന്നു. പിന്നെ ഞാൻ ആ ബോൾട്ട് എടുത്ത് വിട്ടിട്ട് ഡയറക്റ്റ് കൊടുത്തു. ആ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. ആ RPM ഫ്ലക്ച്വേഷൻ ഇത്തിരി കൂടുന്നുണ്ട്. അത് എടുക്കുമ്പോൾ കുറച്ച് കുറയണമുണ്ട്. പക്ഷേ ആ ഒരു EGRൻ്റെ ഒരു കാരണം കൊണ്ട് ഈ ഒരു കംപ്ലൈൻറ്റ് ഒരിക്കലും ഇതിനകത്ത് വരില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RPM ഫ്ലക്ച്വേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഒന്നിലെ പമ്പിൽ വരുന്ന സക്ഷൻ പമ്പ് അതിന് കംപ്ലൈൻറ്റ് വരണം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡീസൽ എവിടെയോ എയർ വലിക്കണം, എയർ പോകുന്നില്ല, എയർ സക്ക് ചെയ്യണം. ആ ഡീസൽ പോകുന്നതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഡ്രോപ്പ്, ഒരു നേരിയ തോതിൽ എയർ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രമേ RPM ഇങ്ങനെ ഫ്ലക്ച്വേഷൻ വരുള്ളൂ. അല്ലെങ്കിൽ യാതൊരു വിധത്തിലും RPM ഫ്ലക്ച്വേഷൻ ഇതിനകത്ത് വരില്ല. അപ്പം ഞാനപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്ത് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈ ഒരു EGRൻ്റെ പൈപ്പ് വിടിയിച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് ഈ ഒരു കംപ്ലയിൻറ്റ് സോൾവ് ആയി. ഈ ഒരു കംപ്ലയിൻറ്റ് EGRൻ്റെ അല്ല എന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്. എന്നിട്ട് ഞാൻ അപ്പോൾ തന്നെ അതിൻ്റെ EGRൻ്റെ പൈപ്പ് ഞാൻ അതിൽ കണക്ട് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അപ്പോൾ നേരിയൊരു വ്യത്യാസമുണ്ട്. അവർ പറയുന്നതിലും കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ EGRൻ്റെ പൈപ്പ് വിടിയിക്കുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ കുറയുന്നുണ്ട്, അത് കുത്തുമ്പോൾ കുറച്ച് കൂടുതലാകുന്നുണ്ട്. പക്ഷെ കാരണം നമുക്ക് EGRൻ്റെ അതിൻ്റെ തന്നെയാണെന്ന് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. സ്കാനിങ്ങിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത് എയർ വലിക്കുന്നൊരു കംപ്ലൈൻറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീസൽ ഫിൽറ്റർ ഒന്നുകൂടെ അയച്ചു. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഡീസൽ ഫിൽറ്റർ മാറിയതിന് ശേഷമാണ് ഈ കംപ്ലൈൻറ്റ് എന്ന് ചോദിച്ചപ്പോൾ അതിന് മുന്നേ അങ്ങനെ കിട്ടിയിരുന്നില്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും കംപ്ലൈൻറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ ഡീസൽ ഫിൽറ്റർ അഴിച്ചു നോക്കിയപ്പോൾ ആ ഡീസൽ ഫിൽറ്ററിൻ്റെ കേസിനകത്ത്, നമ്മൾ ഹാൻഡ് പമ്പ് ചെയ്യുന്ന കേസിനകത്ത് ഒരു ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ക്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈനസോ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തോ ഒരു കൊണ്ടതുപോലെ ഒരു ചെറിയൊരു വെട്ടുണ്ട്. അതിലാണ് ഈ ഡീസൽ ഫിൽറ്ററിൻ്റെ ഓറിങ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഓറിങ് എത്ര തന്നെ ടൈറ്റ് ചെയ്താലും ആ ഗ്യാപ്പ് ഒരിക്കലും അടയില്ല. ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ, വലിയ ഗ്യാപ്പല്ല, ചെറിയ നേരിയ ഒരു 2 കട്ടിങ്ങാണ്. ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചു തരാം. ഈ കാണുന്ന ആ 2 വെട്ട് മാത്രമാണ് അതിൽ കംപ്ലൈൻ്റ് ആയിട്ട് നോക്കിയതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് കറക്റ്റായിട്ട് MCയിൽ വെച്ച് തേച്ചിട്ട് കറക്റ്റ് മട്ടമാക്കി ഒപ്പമാക്കി സെറ്റ് ചെയ്തു. MCയിൽ വെച്ചതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം തേച്ച് അതിന് കറക്റ്റ് മട്ടമാക്കി പിന്നെ നമ്മൾ ഡീസൽ ഫിൽറ്റർ അതിനകത്ത് കയറ്റിയിട്ട് പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. മറ്റേ RPM ഫ്ലക്ച്വേഷൻ കംപ്ലീറ്റും സോൾവായി. അപ്പോൾ അതാണ് കാരണം, ഇതിൻ്റെ ഡീസൽ ഫിൽറ്ററിൻ്റെ ഗ്യാപ്പിൽ കൂടെ എയർ വലിക്കുന്നതാണ് ഈ RPM ഫ്ലക്ച്വേഷൻ ഉണ്ടാകാൻ കാരണം. പക്ഷേ കസ്റ്റമർ ഒരുപാട് ബുദ്ധിമുട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലവരും കമ്പനി തന്നെയാണ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. വേറെ എവിടെയല്ല, പുറത്ത് എവിടെയല്ല, കമ്പനി തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കംപ്ലയിൻറ്റ് വരുമ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കാരണം, അപ്പോൾ ഇങ്ങനൊരു RPM ഫ്ലക്ച്വേഷൻ വരുമ്പോൾ അതിനുവേണ്ടി പല കാര്യങ്ങളും പല വർക്കുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഡീസലിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഈ RPM ഫ്ലക്ച്വേഷൻ വരുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ, എൻ്റെ അനുഭവത്തിൽ കിട്ടിയിട്ടുള്ളത്. ഇനി വേറെ കംപ്ലയിൻറ്റ് വരാതിരിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൂടുതലും 100-ൽ 90% ഇങ്ങനെയാണ് വരിക.
അപ്പോൾ നമ്മൾ ഇതിൽ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. RPMൻ്റെ മറ്റേ ഇതിൻ്റെ ആ ഗ്യാപ്പ് ഒന്ന് അടച്ച് ശരിയാക്കി. അതുകൂടാതെ ഞാൻ പിന്നെ EGR അവർ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ EGR അഴിച്ച് നോക്കുമ്പോൾ EGR കംപ്ലീറ്റും കാർബൺ കയറി ബ്ലോക്ക് ആയിരിക്കുകയാണ്. വണ്ടി റേസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് സ്മോക്ക് ഹെവി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളിങ്ങിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതും ഞാൻ അഴിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കെമിക്കലിലിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് പക്കയായിട്ട് അതിനകത്ത് കയറ്റി. ഇപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ വണ്ടിക്ക് നല്ല പെർഫോമൻസും ഉണ്ട്. അതുപോലെ തന്നെ RPM ഫ്ലക്ച്വേഷൻ കംപ്ലീറ്റ്ലി സോൾവ് ആയിട്ടിട്ട്. ഇപ്പം ഞാനിപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം എന്താണ്, നേരത്തെ ഞാൻ വീഡിയോ എടുക്കാത്തതുകൊണ്ട് ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല. എങ്കിലും ഞാനൊന്ന് വണ്ടി ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നേരത്തെ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങൊക്കെ കറക്റ്റാണ്. സ്റ്റാർട്ടിങ് ഡിലേയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി ഒന്ന് റേസ് ആയത് അങ്ങനെ ഇരിക്കും. ഒരു 800 RPMത്തിൽ നിന്ന് ഒരു 600 RPMലേക്ക് വന്നിട്ട് ഒരു 3 സെക്കൻഡ് അങ്ങനെ നിന്നിട്ട് പിന്നെ അങ്ങ് റേസ് ആവും. പിന്നെ തുടങ്ങും ഈ ഫ്ലക്ച്വേഷൻ. അത് എഞ്ചിനിൽ നോക്കിയാൽ തന്നെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഇപ്പോൾ വണ്ടി നോർമൽ റണ്ണിങ് ആണ്, യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. ഒരു RPM ഫ്ലക്ച്വേഷനോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ക റണ്ണിങ് ആണ്, സ്റ്റില്ലാണ് വണ്ടി. അതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കാലത്ത് ഞാൻ ഇന്നലെ തന്നെ വർക്ക് ചെയ്ത് നിർത്തിയതാണ്. അപ്പോൾ ഞാനൊരു ഡൗട്ട് കൊണ്ട് ഇനിയിപ്പോൾ കാലത്ത് വന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണമല്ലോ, ഒരു കംപ്ലയിൻറ്റ് കൊണ്ട് വരുമ്പോൾ നമ്മളത് ഹീറ്റ് കണ്ടീഷനിലും നോക്കണം, അതുപോലെ കോൾഡ് കണ്ടീഷനിലും എല്ലാത്തിലും നോക്കണം. നോക്കിയിട്ട് വേണം വണ്ടി കസ്റ്റമർക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ഇപ്പോൾ വണ്ടി ഓടിച്ചു പോയിട്ട് ഇനിയിപ്പോൾ ബുദ്ധിമുട്ട് പറയാൻ പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാലത്ത് ഇന്നലെ പണിയെല്ലാം കഴിഞ്ഞു നിർത്തി, ഇന്ന് കാലത്ത് വന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് ഒറ്റ അടിക്ക് പിടിക്കുന്നുണ്ട്. ആ നേരത്തെ കസ്റ്റമർ പറഞ്ഞ RPM ഫ്ലക്ച്വേഷനോ അല്ലെങ്കിൽ കുറഞ്ഞിട്ട് പിന്നെ കയറി വരുന്ന ഒരു പ്രശ്നമോ ഒന്നും ഇതിനകത്ത് ഇല്ല. പക്കയായിട്ട് തന്നെ സ്റ്റാർട്ടായി സ്റ്റില്ലായി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 10-12 കിലോമീറ്ററോളം ഞാൻ വണ്ടി ഓടിച്ചിട്ടും ഞാൻ നോക്കി. ഓടിച്ചിട്ടും അങ്ങനെ ഐഡ്ലിങ്ങിൽ നിർത്തിപ്പോൾ ഓടിച്ചിട്ട് വന്ന് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് വണ്ടി. അപ്പോഴും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നേരത്തെ കസ്റ്റമർ കൊണ്ടുവരുമ്പോൾ തന്നെ ആ കംപ്ലയിൻറ്റ് ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ ഓടിച്ചു കൊണ്ടുവരുമ്പോൾ തന്നെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ യാതൊരുവിധ ബുദ്ധിമുട്ടില്ല, RPM ഫ്ലക്ച്വേഷൻ ഇല്ല, വണ്ടി ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു നമ്മൾ എപ്പോഴും ഇങ്ങനെ കാര്യം വരുമ്പോൾ ഇനിഷ്യലി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നോസിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു RPM ഫ്ലക്ച്വേഷൻ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഡീസൽ ഫിൽറ്റർ, അതിൻ്റെ പൈപ്പ് ലൈൻ, മെയിനായിട്ടും പൈപ്പ് ലൈനാണ് നോക്കേണ്ടത്. പൈപ്പ് ലൈൻ അതുപോലെ തന്നെ ഡീസൽ ഫിൽറ്റർ പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ 2 ഭാഗത്തും 2 മറ്റേ ബെഞ്ചോ വാഷറുണ്ട്, ആ വാഷർ നോക്കണം. അതൊക്കെ നോക്കിയതിന് ശേഷം മറ്റുള്ള പണികളിലേക്ക് പോയാൽ മതി. അല്ലാതെ വെറുതെ നമ്മൾ കുറേ പൈസകൾ ചിലവാക്കിയിട്ട് അവസാനം ചെറിയ കാര്യം നോക്കാതിരിക്കുക. ആദ്യം ചെറിയ കാര്യങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ പോയി. നോസിലിപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നോസിൽ തന്നെ നല്ലൊരു റേറ്റ് വരും, മനസ്സിലായില്ലേ? ഇപ്പോൾ നോസിലും ചെറിയൊരു അടിയുണ്ട് ഇതിനകത്ത്, കെട്ട എന്ന് പറഞ്ഞാൽ നോസിലിനാണ്. ഇനിയിപ്പോൾ വേറെ എന്താണെന്നുള്ള അത് നോക്കണം. അപ്പോൾ അത് നമുക്ക് കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ചെറിയൊരു കാര്യത്തിന് പെട്ടെന്ന് നമ്മൾ ഓടിച്ചാടി വലിയ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതുപോലെ നമ്മൾ ഡീസൽ ഫിൽറ്റർ എപ്പോൾ മാറുമ്പോഴും അതിന് കേസിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് നന്നായിട്ട് നോക്കുക. എനിക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്കും ഡീസൽ ഫിൽറ്റർ മാറുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഡീസൽ ഫിൽറ്റർ നമ്മൾ അഴിച്ച് മാറ്റുമ്പോൾ അതിൻ്റെ ഉള്ളിൽ 2 ഓറിങ് വരും. ഒന്ന് മെയിൻ വലിയ ഓറിങ്ങും പിന്നെ ഒരു ചെറിയ ഓറിങ്ങും. അപ്പോൾ കസ്റ്റമർ മേടിച്ചിട്ട് വന്നതാണ് ഡീസൽ ഫിൽറ്റർ. ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മുടെ മെക്കാനിക്കാണ് ചെയ്തത്. പക്ഷേ കുറ്റം പറഞ്ഞ കാര്യമില്ല, അബദ്ധങ്ങൾ ആർക്കും പറ്റാം. അപ്പോൾ അവൻ ആ ഡീസൽ ഫിൽറ്റർ അഴിച്ചു, തിരിച്ച് അവർ കൊണ്ടുവന്ന ബോക്സോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നത്, പൊട്ടിച്ചിട്ടില്ല. ആ ബോക്സിനടുത്ത് തിരിച്ച് ഫിറ്റ് ചെയ്ത് വണ്ടി വിട്ടു. വണ്ടി സ്റ്റാർട്ടാകാൻ വലിയ ഡിലേ ആയി. പിന്നെ കസ്റ്റമർ വണ്ടി എടുത്തിട്ട് പോയി. അപ്പോൾ അതിന് മുന്നേ ആ വണ്ടിക്ക് ചെറിയ പമ്പിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി കസ്റ്റമർ എടുത്തിട്ട് പോയതിന് ശേഷം പമ്പിൽ വെച്ച് ഡീസൽ അടിക്കാൻ വേണ്ടി വണ്ടി ഓഫ് ചെയ്ത് വണ്ടി ഒട്ടും സ്റ്റാർട്ടാകുന്നില്ല. അങ്ങനെ സ്റ്റില്ലായി നിൽക്കുകയാണ്, സ്റ്റാർട്ടാവുന്നില്ല. പമ്പ് ചെയ്തിട്ട് സ്റ്റാർട്ടാകുന്നില്ല. ലാസ്റ്റിനകത്ത് പെട്രോൾ മണപ്പിച്ചിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നെ വിളിച്ചു, ഇന്ന വല്ല കാര്യമാണ്. അപ്പോൾ ഞാനും പറയണം അതിന് ഡീസൽ ഫിൽറ്റർ മാറിയതുകൊണ്ട് പ്രശ്നം വരുന്നില്ല എന്ന് ഞാൻ പറയുന്നത്, അവരോട് പറയുന്നത്. പക്ഷേ അവർ ഡീസൽ ഫിൽറ്റർ മാറിയതിന് ശേഷമാണ് ഈ പ്രശ്നം എന്ന് അവരും പറയുന്നത്. എങ്കിലും അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളൊന്ന് പെട്രോൾ മണപ്പിച്ച് സ്റ്റാർട്ട് ചെയ്യണം. പെട്രോൾ മണിച്ചു സ്റ്റാർട്ട് ചെയ്തു, വണ്ടി കൊണ്ടുവന്നു. എന്നിട്ട് വേറൊരു വർക്ക്ഷോപ്പിൽ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കി ഡീസൽ ഫിൽറ്റർ ഒന്ന് അഴിച്ചിട്ട് നോക്കാൻ പറഞ്ഞു. അവർ നോക്കുമ്പോൾ ഉള്ളിൽ ഓറിങ് മിസ്സിങ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കും പറ്റാം. നമ്മളിപ്പോൾ അബദ്ധങ്ങൾ പറ്റാതിരിക്കില്ല എന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുതിയ ഫിൽറ്റർ വന്നതിൽ 2 ഓറിങ് വരുന്നതാണ്. ആ ഫിൽറ്ററിൽ ഓറിങ് ഇല്ല, മിസ്സിങ് ആണ് ആ ഫിൽറ്ററിൽ. അതുകൊണ്ടാണ് പറ്റിപ്പോയത്. ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ നമ്മൾ ശ്രദ്ധിച്ചതാണെന്നുണ്ടെങ്കിൽ ആ പഴയ ഫിൽറ്ററിൽ നിന്ന് ഓറിങ് എടുത്തിട്ട് അതിനകത്ത് ഇട്ടാലും മതി. അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധങ്ങൾ പറ്റാം. അപ്പോൾ എപ്പോഴും ഡീസൽ ഫിൽറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പക്കയായിട്ട് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം.
എന്നാൽ തന്നെ അത് വർക്ക് പെർഫെക്റ്റ്ലി ഫിനിഷ് ആവുള്ളൂ. എന്ന് വെച്ചാൽ ആ ദിവസം ഞാനും ഇവിടെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നങ്ങളാണ് പറ്റിപ്പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വർക്ക് ഇതായിരുന്നു, ആർക്കും ഫ്ലക്ച്വേഷൻ ഈ വണ്ടിയുടെ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.